പെൺകുട്ടികൾ കോളേജിൽ പോവുക അല്ലെങ്കിൽ സ്കൂളിൽ പോവുക, എന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുക. സെൽഫി എടുത്തിട്ട് അത് എവിടെയെങ്കിലും പോസ്റ്റ്, എന്നിട്ട് ആകെ ഒരു 4 ആൾ കാണാണ്ടാവും. എന്നിട്ട് പിന്നെ ഇവളിങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. എന്തിന്? ഫേമസ് ആകണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇടലല്ലോ നമ്മുടെ പണി. ഫേമസ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യം, ഫേമസ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങളൊരിക്കൽ അബുൽ ഹസൻ നദവി സാഹിബിനെ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടുമുട്ടുമ്പോൾ ആ സന്ദേശത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അള്ളാഹു നമ്മളെ പ്രഗത്ഭരാക്കട്ടെ, അധികം പ്രശസ്തരാക്കാതിരിക്കട്ടെ എന്നാണ്. പ്രശസ്തി പടച്ചോൻ തരേണ്ട ഒരു സാധനമാണ്, നമ്മളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമല്ല. പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു തരേണ്ടതാണെങ്കിലും കുറച്ച് നമ്മളൊന്ന് മെനക്കെടേണ്ട ഒരു സാധനം കൂടി അതിലുണ്ട്. അത് അള്ളാഹു തന്നെയാണ് തരേണ്ടത്. പക്ഷെ കുട്ടികൾ എന്തൊക്കെയോ കാണിച്ചിട്ട്, ചിലര് നല്ലോണം അഫ്തട്ട് ആൾക്കാർ അതൊന്ന് തിരിച്ചിട്ടിട്ട് ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊക്കെ ഫോട്ടോ ഇടുകയാണ് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ. അതിലാണോ നമ്മൾ ഫേമസ് ആകേണ്ടത്? ഫേമസ് ആകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ കൊറോണയിൽ ഒരു പെൺകുട്ടി ഫേമസ് ആയി. നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. 300 കോഴ്സാ കൊറോണന്റെ സമയത്ത്, അതും ഓക്സ്ഫോർഡിന്റെ, കാംബ്രിഡ്ജിന്റെ, ടെക്സസിന്റെ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ, ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയുടെ 7 days 10 days കോഴ്സസ് നടത്തിയിട്ട് ആ കോഴ്സുകൾ 300 എണ്ണം പാസ്സായ കുട്ടി നമ്മുടെ മലബാറിലുണ്ട്. അങ്ങനെ പ്രാഗൽഭ്യം തെളിയിക്കാൻ നമ്മൾ വേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മളെ കുട്ടികൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ചില ക്യാമ്പസുകളിലൊക്കെ പോയി പലതായി പ്രവർത്തിക്കുന്നു, പലതായി ചെയ്യുന്നു. ആൺകുട്ടികളാകട്ടെ വേറെ രീതി, ഞാൻ പറഞ്ഞല്ലോ ഈ കൂട്ടത്തിലിരിക്കുന്നവരാരും ഉണ്ടാവില്ല, ഉള്ളവരിവിടെ വന്നിരിക്കൂല. അവരാകട്ടെ വേറെ രീതിയിലൂടെ ഇങ്ങനെ മറ്റുള്ള രീതികൾ തേടിയിട്ട് പോകുന്നു. എന്നിട്ട് ആളുകളോട് ചോദിക്കാണ് ഇതിനൊക്കെന്താ തെളിവ്? ഞാൻ എന്തിനാ ബാപ്പാനെങ്ങനെ ആദരിക്കേണ്ടെന്ന കാര്യം, ഞാൻ എന്തിനാ ഉമ്മാൻ ആദരിക്കേണ്ട കാര്യം? ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. പാവം ഉമ്മാരുടെ ഒരു അധോഗതി. എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട്, നമ്മളൊക്കെ കൂട്ടുകാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നാണെന്നറിയോ? നമ്മുടെ കൂട്ടുകാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ കുറച്ച് വലുതായപ്പോഴാണ്. 10 വയസ്സുള്ളപ്പോഴാണ് നമ്മളെ കൂട്ടുകാരായത്, അല്ലെങ്കിൽ 15-ാം വയസ്സിലെ കൂട്ടുകാരനായത്. ഒരു പക്ഷേ നമ്മുടെ നല്ല പെരുമാറ്റം കണ്ടിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭംഗി കണ്ടിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാഗൽഭ്യം കണ്ടിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ശക്തി കണ്ടിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പൈസ കണ്ടിട്ടാകാം. പല കാരണങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ഉമ്മ നമ്മളെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? അമ്മന്റെ വയറ്റിൽ കിടക്കുമ്പോ, ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കാലുണ്ടോന്നറിയില്ല, കൈയുണ്ടോന്നറിയില്ല, ഓട്ടിസം പിടിച്ച കുട്ടിയാണോന്നറിയില്ല, കറുത്തതാണോന്നറിയില്ല, വെളുത്തതാണോന്നറിയില്ല, മന്ദബുദ്ധിയാണോന്നറിയില്ല. പക്ഷെ വയറിങ്ങനെ തടവിയിട്ട് കുഞ്ഞിനെ കാത്തിരിക്കുകയും അതിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട തള്ളയുടെ പേരാണ് നമ്മുടെ ഉമ്മ. നമ്മൾ ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ നമ്മളെ സ്നേഹിച്ച പ്രിയപ്പെട്ട മാതാവ്. ആ മാതാവിനെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ തിരസ്കരിച്ചില്ലാതെയാക്കുന്നത്. ഇന്നും ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മ അങ്ങനെ പറയുന്നു, ഉമ്മ എങ്ങനെ പറയുന്നു, അയാൾക്ക് പേടി, അയാൾക്ക് കുറ്റം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ വകുപ്പുകളൊക്കെ പറഞ്ഞു കൊടുത്ത് എനിക്കറിയാവുന്നത്. പക്ഷെ ഉമ്മൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, അറബിയിൽ ഒരു കവിതയുണ്ട്, ഒരു ഗാനം, ഉഹിബ്ബുകി അൻതി സൗജതി കൈഫമാ കുൻതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഭാര്യയെ. ഭാര്യനെ പറ്റിയിട്ടാ പറഞ്ഞത്. കൈഫമാ കുൻതി, നീ എങ്ങനെയാണുള്ളത് അതേമാതിരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മളെ ഭാര്യമാരെല്ലാവരും ചൂടാകാത്ത ആളാകണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കൂല. ചൂടാകാത്തവരെന്നെ ചൂടാകാതിരിക്കും. അപ്പൊ ചൂടാകണ ഭാര്യ ആയാലും വേണ്ടില്ല, അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതെന്നെ രീതി. ഈ ലോകത്തിൽ എല്ലാരെയും മാറ്റിയിട്ട് നമുക്ക് മാറാൻ പറ്റൂല. എൻ്റെ ഭാര്യ ചൂടാകുന്ന ആളാണ്, എൻ്റെ ഭർത്താവ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ്, നിങ്ങൾ കൗൺസിലിങ്ങിനോ മറ്റൊക്കെ പൊയ്ക്കോളിൻ. പക്ഷെ ചില ഫിത്രത്തുകൾ മാറൂല. ആ മാറാത്തതിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. ജ്യേഷ്ഠന്മാർ ചിലടത്ത് അങ്ങനെ ഉണ്ടാവും, ഈ പ്രദേശത്ത് ഉണ്ടാവില്ല. ജ്യേഷ്ഠന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തിന്റെ പേരിലാ? എനിക്ക് പുതിയ തലമുറയെ ഇഷ്ടപ്പെടുന്നത് ആ ഒറ്റ കാരണത്താലാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എന്താണെന്നറിയോ? ഒന്ന് കളവ് എന്ന് പറഞ്ഞ സാധനമില്ല. അഥവാ ഒരുത്തൻ കക്കുണ്ടെങ്കിൽ അവനക്ക് വേറെന്തോ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻസ് മയക്കുമരുന്നോ മറ്റോ ഒക്കെയാണ്. പൊതുവെ ഈ ആയിരിക്കുന്ന ചെറിയ മക്കളിൽ ആരും മോഷണം നടത്തൂല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏകദേശം ഒരു 10ന്റെയും ഒരു 25ന്റെയും അടക്കമുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്. ആരും മോഷ്ടിക്കൂല. കാരണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ജാള്യതയാണ്. അതിന്റെ തെളിവാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ കൂട്ടുകാര്, നമ്മളാരോ ചെയ്തിട്ടില്ലെങ്കിലും കൂട്ടുകാരൊക്കെ ആപ്പിള് വെറുതെ പുറത്തേക്കെങ്കിലും വലിച്ചെറിയും. ആപ്പിളിന്റെ ഒരു കൊട്ട കണ്ടാല് ഉപ്പും മഞ്ച വരെ പുറത്തിടാതെ ഔത്ത് കിട്ടിയ കടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പ് പാലും കൊണ്ടുപോവാനാ. പക്ഷെ ഇന്ന് നിങ്ങൾ കണ്ടോ? നിങ്ങൾ തിരൂരിൽ നിന്ന് ഇങ്ങനെ കണ്ട് വന്നു നോക്കൂ. തിരൂരില്
അതിന്റെ അപ്പുറത്തെ BP അങ്ങാടിയിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെയും ഫ്രൂട്ട് ഷോപ്പിൽ വെറും ചാക്കിട്ടുകൊണ്ടാ പോണത്. കാരണം ഈ തലമുറക്കാരെ വിശ്വാസമാണ് പാവം കച്ചവടക്കാർക്ക്. ആ ചാക്കിന്റെ അടിയിൽ 350 രൂപ കിലോക്ക് വിലയുള്ള മാംഗോസ്റ്റിനുണ്ട്, 300 രൂപ വിലയുള്ള ആപ്പിൾ ഉണ്ട്. പക്ഷേ എല്ലാവരും മോഷ്ടിക്കില്ല. എൻ്റെ ഒരു വിദ്യാർത്ഥിനിയുണ്ട്, അവളിപ്പോൾ അലിഗഡിലെ PhD ചെയ്യാൻ. അവളുടെ ടോപ്പിക് ഇതാണ്. 2010 ശേഷം ജനിച്ച കുട്ടികളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് തെഫ്റ്റ് മെന്റാലിറ്റി കുറവാണ്. കക്കുക എന്ന് പറയുന്ന സാധനം കുറവാണ്. പിന്നെ ഇവരുടെ കുറവെന്താണെന്നറിയോ? അത് നമ്മളൊന്ന് പഠിക്കണം. നമ്മൾ പഴയ കാലത്ത് ജ്യേഷ്ഠഞ്ചന്മാര് 1 സെന്റിന് വേണ്ടിയിട്ട് തർക്കിക്കും. ബാപ്പ തന്നതിൽ നിന്ന് അഴുകുത്തിയപ്പൊന്ന് വളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തർക്കിക്കും. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾ 1 സെന്റിന് വേണ്ടി തർക്കിക്കൂല. ഒരിക്കലും ഇനി ഇവര് കേസ് കൊടുക്കൂല. നിങ്ങൾ നോക്കിക്കോ. കാരണം അവർക്ക് വീട് തന്നെ വേണമെന്നില്ല. പിന്നെന്തിന് 1 സെന്റ് എന്നുള്ളതാണ്. വീട് വേണമെന്നുള്ളവർക്കല്ലേ ഈ സെന്റൊക്കെ വരുള്ളൂ. നമ്മുടെ തലമുറയിൽ പെട്ട ആൾക്കാരൊക്കെ 1 സെന്റിന് വേണ്ടി ഒരുപാട് തർക്കിച്ചിരുന്നു. ഇന്നും ഉണ്ടാകാം അങ്ങനെ. എത്ര വലിയ കഷ്ടാന്നറിയോ? ചില ആൾക്കാർ മരിച്ചാ പങ്കെടുക്കൂല. കുടുംബത്തിന്റെ ഒരു അധോഗതി ആ വാപ്പാരും ഒക്കെ കേട്ടോ എന്നുള്ള രീതിയിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒക്കത്ത് വെച്ചിട്ടാ നടക്കുക. എന്നാൽ വാപ്പാര് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ രണ്ടാളും 2 തട്ടിലാക്കല്ല കേട്ടോ. വാപ്പാര് 2 കാലം ഇങ്ങനെ ഇട്ടിട്ട് മോനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കൊണ്ടടക്കലാണ്, കൈയൊന്നും ഇങ്ങനെ പിടിച്ചിട്ട്. കാരണം ഞാൻ കാണാത്തതും നീ കാണു മോനെ, ഞാൻ കേൾക്കാത്തതും നീ കേൾക്ക്, ഞാൻ എത്താത്തിടത്തും നീ എത്ത്. അതാണ് പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ ചിന്ത. അപ്പൊ മാതാക്കളും പിതാക്കളെയും മക്കളെ ശാപമേറ്റ ഒരാളും ഈ ദുനിയാവിൽ വലുതായിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു അകന്ന സുഹൃത്താണ്. ഒരിക്കൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്താലും വിജയിക്കണില്ല, അത് ചെയ്താലും പൊട്ടും, വിജയിക്കുന്നുണ്ട് വിചാരിക്കും പിന്നെയും പൊട്ടും, വിജയിക്കുന്നുണ്ട് വിചാരിക്കും അങ്ങനെയും പൊട്ടും. എന്നിട്ട് എന്നോട് പറയാണ്, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നോടൊരു കാര്യം പറയാണ്, ഞാൻ ഒരിക്കൽ ഉമ്മാനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയിട്ടുണ്ട്. ഭാര്യ ഉമ്മയും കൂടി ഒരു പ്രശ്നം നടന്നപ്പോ ഉമ്മാനെ ഞാൻ അടിക്കാൻ കയ്യോങ്ങി, അതിന്റെ ശേഷം എനിക്ക് യാതൊരു വിജയവും പഠിച്ചു തന്നിട്ടില്ല. മാതാവ് എന്ന് പറഞ്ഞാൽ അതാണ്, അത് വിശ്വസിച്ചേ പറ്റൂ. മാതാവിനെതിരെ പിതാവിനെതിരെ. എന്നാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഖത്തറിലും ഒമാനിലുമായി 75-ലേറെ ഷോപ്പുകളുണ്ട്. ഒരിക്കലും എൻ്റെ ആ ഉമ്മനെ അങ്ങനെ അടുത്ത് പിടിച്ചിട്ട്, 72 വയസ്സായിക്കണം ഉമ്മാക്ക്, മെലിഞ്ഞൊരു പാവം സ്ത്രീയാണ്. അടുത്തണ്ട് പിടിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയതാണ്. എന്നിട്ട് ഈ സഹോദരന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. എന്നിട്ട് ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് പറയാണ്, എൻ്റെ എല്ലാ കടകളും ഉദ്ഘാടനം ചെയ്യൽ എൻ്റെ ഉമ്മയാണ്. ഖത്തറിലെ ഷോപ്പ്, ഒമാനിലെ ഷോപ്പ്, ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉമ്മയാണ്. നമ്മൾ ആരെങ്കിലും ഉമ്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല മക്കളാണ്. നമ്മൾ വീട് വെച്ചല്ലോ, വീട് വെച്ചപ്പോൾ നിങ്ങൾ തങ്ങന്മാരെ വിളിച്ചോ ഉസ്താദുമാരെ വിളിച്ചോ, അതൊക്കെ നല്ലത്, അവരും വന്ന് പ്രാർത്ഥിക്കട്ടെ. പക്ഷേ എല്ലാ പ്രാർത്ഥനയും കവച്ചു വെക്കുന്നൊരു പ്രാർത്ഥന സ്വന്തം പിതാവിൻ്റെതായിരിക്കും അല്ലെങ്കിൽ മാതാവിൻ്റെതായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ചാവി അങ്ങോട്ട് കൊടുക്ക്. വാപ്പ ജീവിച്ചിരിക്കണമെങ്കിൽ വാപ്പന്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ ഉമ്മാന്റെ കയ്യിലേക്ക്. ഉമ്മാക്കത് പിടിച്ചിട്ട് ഒരു തിരിക്കലുണ്ടിങ്ങനെ. സുബഹിക്ക് മുമ്പേ, ആളുകൾ എത്തുന്നതിന് മുമ്പേ ജസ്റ്റ് പിടിച്ച് തിരിക്കുമ്പോ ആ കണ്ണിലേക്കൊന്ന് നോക്കി നിങ്ങൾ, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണാം. കാരണം അത് ആ ദിവസത്തെ തിരിയലല്ല, അത് കാലങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്. ജനിച്ചു വീണ അന്ന് മുതൽ എൻ്റെ കുട്ടിനെ നന്നാക്കണേ പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് ഉയർച്ച കൊടുക്കണേ പഠിച്ചോനെ, എൻ്റെ കുട്ടിനെ അങ്ങനാക്കണേ പഠിച്ചോനെ, ഇങ്ങനാക്കണേ പഠിച്ചോനെ. ഈ പറഞ്ഞ അതിൻ്റെ കൃതജ്ഞതയാണ് ആ കണ്ണുനീര് പോലും. നമ്മുടെ മാതാവ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഞാൻ ഈ മുതിർന്ന തലമുറക്കാരോട് പറയുന്നു, നമ്മളെ ഉമ്മ അല്പം മരിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ ആ ഉമ്മയുടെ റൂഹിൽ നിന്ന് തന്നെയാണ്, ആ ഉമ്മാന്റെ റൂഹിൽ നിന്നാണല്ലോ നമ്മളിങ്ങനെ ഉണ്ടായിട്ടില്ല, ശരീരത്തിൽ തന്നെയല്ലേ. അതുകൊണ്ട് റൂഹുകൾ മരിച്ചിട്ടില്ല. നിങ്ങൾ അത് പഠിക്കണം. ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ, റൂഹ് എന്ന് പറഞ്ഞാൽ മരിക്കുകയില്ല. റൂഹ് മരിച്ചാൽ പിന്നെ നമ്മളില്ല. റൂഹ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തുടങ്ങിയതാ. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ വശഹിദ്നാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ആലമുൽ അർവാഹിൽ എല്ലാ റൂഹുകളെയും ഞാൻ ഒരുമിച്ച് കൂട്ടി. അവിടെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹിനെ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞ, ഇപ്പൊ ഇവിടെ ചെറിയ കുട്ടികൾ ഇരിക്കണില്ലേ, ഇതായി മുന്നിലിരിക്കുന്ന 2 കുട്ടികൾ, അവർക്ക് ഇപ്പൊ വയസ്സ് ചിലപ്പോൾ 7 or 8 ആയിരിക്കും. അവർക്ക് അവരുടെ മക്കൾ 10ാം തലമുറയിലെ കുട്ടി, ഞാൻ ഒരു ഉദാഹരണം പറയാൻ, അവന്റെ 10ാം തലമുറയിലെ കുട്ടി എത്ര വർഷമായിട്ടായിരിക്കും? ചുരുങ്ങിയത് 50 or 60 വയസ്സം കഴിഞ്ഞിട്ട്, വർഷം കഴിഞ്ഞിട്ട് 10ാം തലമുറയിലെ കുട്ടി ഇന്ന് ആലമുൽ അർവാഹിൽ ജീവിച്ചിരിപ്പുണ്ട്.
അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ വശഹിദ്നാ, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് റൂഹുകളോട് ഞാൻ ചോദിച്ച സന്ദർഭം ഖാലൂ, അവർ പറഞ്ഞു ബലാ വശഹിദ്നാ, അതെ നീ തന്നെയാണെന്ന് പറഞ്ഞു, ഞങ്ങൾ അതിന് സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ റൂഹുകൾ എടുത്തിട്ട് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ഇട്ടു. അതിന് ആലമുൽ അർവാഹ് എന്ന് പറയും, ഇതിന് ആലമുൽ അർഹാം എന്ന് പറയും. റഹ്മിന്റെ ലോകം മാതാവിന്റെ ഗർഭാശയം. ആ ഗർഭാശയത്തിൽ നിന്ന് പിന്നീട് ഈ ഭൂമിയിലേക്ക് വന്നു ആലമുൽ അസ്ബാബ്, കാര്യകാരണങ്ങളുടെ ലോകം. അതിന് ആലമുൽ ഇംതിഹാൻ, ആലമുദ്ദുനിയ പല പേരും പറയാറുണ്ട്. ആ ദുനിയാവിലേക്ക് വന്നു. ഈ ദുനിയാവിൽ കുറച്ചു കാലം ഉണ്ടാവും. ഇനി ഇവിടുന്ന് ഒരു പോക്ക് പോവും. ആ പോക്കാണ് ആലമുൽ ബർസഖ്. അത് കഴിഞ്ഞാൽ പിന്നെ ആലമുൽ ആഖിറ. ഇങ്ങനെയുള്ള ലോകത്തിലേക്ക് ഈ റൂഹ് ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് ഈ കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നാണ്. ശാസ്ത്രം അങ്ങനെ പറയുന്നു. നമ്മൾ അതിനെ തിരസ്കരിക്കുന്നില്ല. അവരുടെ ന്യായീകരണങ്ങൾ ഉണ്ടാകാം. കണ്ണുകൊണ്ടാണ് കാണുന്നത്. പക്ഷേ ഈ കാറ്റങ്ങട്ട് പോയാൽ, റൂഹ് അങ്ങട്ട് പോയാൽ, ഈ കണ്ണ് ഇവിടെ തന്നെയുണ്ട്, പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ കാത് ഇവിടെ തന്നെയുണ്ട്, നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഈ കാൽ ഇവിടെ തന്നെയുണ്ട്, പിന്നീട് നമുക്ക് നടക്കാൻ കഴിയില്ല. ഈ കൈ ഇവിടെ തന്നെയുണ്ട്, ഒരാൾക്ക് നേരെയും ചൂണ്ടാൻ കഴിയില്ല. അവയവങ്ങളല്ല കാണുന്നത്, നമ്മുടെ ഉള്ളിലെ റൂഹാണ് കാണുന്നത്. ഈ ലൈറ്റ് അല്ല കത്തുന്നത്, ഇതിന്റെ ഉള്ളിലൂടെ വരുന്ന ബിജലി, കരണ്ടാണ് കത്തുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ് ബൾബാണ് കത്തുന്നത് എന്ന്. കരണ്ട് പോയാൽ ബൾബ് കത്തില്ല, കരണ്ട് പോയാൽ ഈ മൈക്ക് വർക്ക് ചെയ്യില്ല. ഇതിന്റെ എല്ലാ വയറുകളും ഇവിടെ തന്നെ ഉണ്ടാകും. ഇതേപോലെ എന്റെ സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കളുടെ റൂഹിയായ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമ്മുടെ മരിച്ചുപോയ മാതാവ് പോലും വിതുമ്പുന്നുണ്ടാകും. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഈ വക്കാണം അടിക്കുന്നത് കണ്ടിട്ട് മാതാവിനെ ഓർത്തിട്ടെങ്കിലും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നിങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടിൻ, എല്ലാം നിങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വിട്ടുകൊടുക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഒരിക്കലും വരാറില്ല, ഒരിക്കലും വരില്ല. അല്ലാഹു ഫുത്തിഹത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അല്ലാഹു, ഒരു കവാടം എന്നല്ല, കവാടങ്ങൾ മലക്ക് തുറന്നു കൊടുക്കും.